നമസ്കാരം. ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലെ സിദ്ധാർത്ഥൻ തന്നെയാണ് ഇന്നും ചർച്ചാ വിഷയം. ഇന്ന് നമ്മുടെ കൂടെ വലതുപക്ഷ നിരീക്ഷകനായിട്ടുള്ള അർജുൻ മാധവൻ കൂടെ ചേരുന്നുണ്ട്. വയനാട് പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണം കേരളീയ മനസാക്ഷിയെ വളരെയധികം ഞെട്ടിച്ചൊരു സംഭവമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മനസാക്ഷിയെ ആ മരണം ഇതുവരെ ഞെട്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മനസാക്ഷിയിലെ സാംസ്കാരിക നായകരും കമ്മ്യൂണിസ്റ്റ് മനസാക്ഷിയിലെ പല ടീച്ചർമാരും കമ്മ്യൂണിസ്റ്റ് മനസാക്ഷിയിലെ പല പുങ്കവന്മാരും ഇതുവരെ സിദ്ധാർത്ഥന്റെ മരണത്തെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറാകാതെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ എന്തു വലിയ സംഘർഷങ്ങളും മെഴുകുതിരി കത്തിക്കലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പന്തം കൊളുത്തി പ്രകടനങ്ങളും ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്കറിയാം. പറ്റുമെങ്കിൽ ഉത്തരേന്ത്യയിൽ മരിച്ച ആളുടെ വീട്ടിൽ ഒരു 10-15 ലക്ഷം രൂപ നമ്മുടെ ബഡ്ജറ്റിലേക്ക് മാറ്റിവെച്ച് അവിടെ മുഖ്യമന്ത്രി തന്നെ കൊണ്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കാണാനിടയായില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, SFI എന്ന് പറയുന്ന ഈ വൃത്തികെട്ട അധമ സംഘടനയെ വെള്ളപൂശണം. SFI യെ വെള്ളപൂശുന്നതാണ് രണ്ടാമത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന നടത്തിയ ഈ അരുംകൊലയെ ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ മുഴുവൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കൊലപാതകം ചെയ്യുന്നത് SFI കാരാണെന്ന് സമ്മതിക്കലാണ്. പിന്നെ രണ്ടാമത് ചെയ്യുന്നത്, നിങ്ങൾ ഈ തെറ്റ് തിരുത്തണം, നിങ്ങൾക്ക് മാത്രമേ ഈ തെറ്റ് തിരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെയുള്ള ബാലൻസിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ അർജുൻ ഇതിൽ എന്താണ് തോന്നുന്നത്? ഈ SFI കാര് ഈ ഇത്തരത്തിലുള്ള താലിബാൻ തോറ്റുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവര് നടത്തിയിട്ട് ഇവരെ ആരും രാഷ്ട്രീയം വെച്ച് വിമർശിക്കാൻ പാടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ നമ്മള് അദ്ദേഹത്തിന്റെ ഐഡിയോളജി വെച്ചാണ് കീറി മുറിച്ച് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി വിമർശിക്കാനും പോകുന്നത്. പക്ഷെ SFI എന്ന് പറയുന്ന കാപാലിക കൂട്ടം ഒരു അരുംകൊല ചെയ്തു കഴിഞ്ഞാൽ SFI ആരും രാഷ്ട്രീയം വെച്ച് വിമർശിക്കാൻ പാടില്ല. SFI എന്ന് പറയുന്നത് ഒരു പുണ്യാളൻ സംഘടനയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എനിക്കത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അർജുൻ എന്താണ് അത് തോന്നുന്നത്? SFI യെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഇപ്പൊ നല്ലോണം അറിയുന്നതുകൊണ്ട് തന്നെ ഇത് വലിയ ഞെട്ടലൊന്നും ആർക്കും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് SFI അത് ചെയ്തു എന്ന് വിശ്വസിക്കാനും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമ്മൾ വാർത്തയൊക്കെ ഒന്ന് കണ്ടാൽ മതി. നമുക്കറിയാം. കാരണം നോക്കൂ, 3 ദിവസം നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് ആ കുട്ടിയെ SFI കാർ അടിച്ചു എന്ന് പറയുമ്പോ ഒരു സംശയവും ഇല്ലാതെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. SFI കാരാണെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. SFI ഭരിച്ച ക്യാമ്പസുകളിൽ പഠിച്ച കുട്ടികൾക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. കാരണം SFIയുടെ മൃഗീയ ഭൂരിപക്ഷമുള്ള പല കോളേജുകളിലും ധനുഷേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിത് ഈ വാർത്ത കേൾക്കുമ്പോൾ ചില ആളുകൾ ഞെട്ടുന്നുണ്ടെങ്കിൽ അത് SFI ഭൂരിപക്ഷത്തോടു കൂടി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഭരിച്ച ക്യാമ്പസുകളിൽ നമ്മൾ പഠിച്ചിട്ടില്ലാത്തോണ്ടാ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തോണ്ടാണ് നിങ്ങൾക്ക് ഞെട്ടലുണ്ടാവുന്നത്. അങ്ങനെ ഒരു ക്യാമ്പസിൽ പഠിച്ച കുട്ടികൾക്ക് അവരതങ്ങ് ചെയ്യും. ഈ TP ചന്ദ്രശേഖരൻ മരിച്ചതിന് പിറ്റേ ദിവസം പിണറായി വിജയൻ പറഞ്ഞില്ലേ, അത് ഞെട്ടൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു മനസ്ഥിതി പോലെ ഇരിക്കും. ചില ആളുകൾ ഒരു സംഭവം കണ്ട ഞെട്ടില്ല എന്ന് പറഞ്ഞ പോലെ SFIയുടെ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിൽ പഠിച്ച കുട്ടികൾക്കറിയാം ഇവന്മാർ ഇതിനപ്പുറം ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് അത്ഭുതമൊന്നും അല്ല. എങ്ങനെയാണ് SFIക്ക് അവിടെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം വരുന്നത് എന്ന് കൂടെ നമുക്ക് ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. SFIക്ക് എതിരെ മത്സരിക്കുന്ന വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയും SFIക്ക് എതിരെ മത്സരിക്കുന്ന വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കിയും ഒന്നും പറ്റുവെച്ച ഒരു കഞ്ചാവ് കേസോ മറ്റോ അവരുടെ തലയിൽ ഇട്ടുകൊടുത്തും അവരെ വളരെ വലിയ രീതിയിലുള്ള ഫാസിസം അവിടെ SFI നടപ്പിലാക്കും. പക്ഷെ പറയുമ്പോൾ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ സംഘടനയാണ്. പക്ഷെ SFI അവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന്റെ തുമ്പത്ത് കിടക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് വെറുതെ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇപ്പൊ ബേസിക്കലി ഞാനൊരു കാര്യം പറയാം. ഞാന് സാറ്റലൈറ്റ് ചാനലിൽ ജോലി ചെയ്തിരുന്ന സമയമുണ്ട്. ആ ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഓപ്പോസിറ്റ് ഉള്ള സംസ്കൃത കോളേജ് ഉണ്ട്. ആ സംസ്കൃത എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ആ സംസ്കൃത കോളേജിൽ ഞാൻ ചെല്ലുകയും അതിന്റെ പ്രിൻസിപ്പാൾ ക്ഷണിച്ചിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. ആ എക്സിബിഷൻ കവർ ചെയ്യാനായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ എന്റെ ക്യാമറമാൻ ഉണ്ട്. ആ ക്യാമറമാന്റെ കൂടെ ഞാൻ അകത്ത്, അപ്പോ ഡ്രൈവറും ഉണ്ട്. പുള്ളിക്കാരൻ ട്രൈപോഡ് പിടിച്ചിരിക്കുന്നു. അപ്പൊ അകത്ത് കയറിയപ്പോ നമ്മൾ ഈ എക്സിബിഷൻ ഇങ്ങനെ കവർ ചെയ്ത് മുന്നോട്ട് പോവാണ്. അപ്പൊ എന്റെ ക്യാമറാമാന്റെ കയ്യിൽ ഒരു രാഖി കിടപ്പുണ്ട്.
ഒരു രാഖി. ഇത് വലിയ പ്രശ്നമാണ് അവർക്ക്. ഈ രാഖി എന്ന് പറയുന്ന സംഭവം ഇവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കഞ്ചാവടി, കൊലപാതകം, ആൾക്കൂട്ട കൊലപാതകം, ഇതൊന്നും ഇവർക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷെ കയ്യിൽ രാഖി കെട്ടുക, ഒരു ചന്ദനക്കുറി തൊട്ടു പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് SFI ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഇത് കണ്ട പിന്നാലെ നമുക്ക് മനസ്സിലായി ഇത് കുറച്ച് കഴിഞ്ഞ സീൻ ഒന്ന് മാറി വരുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഇവര് വട്ടം കൂടി നിന്ന് ചേട്ടാ കയ്യിൽ എന്താ സംഭവം കിടക്കുന്നത്, ചേട്ടാ പോയി എന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിച്ചു തുടങ്ങി ആരും. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കമന്റ് അടിയിൽ നിൽക്കാൻ പോകുന്നില്ല. ഇവര് സ്വാഭാവികമായിട്ടും അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മളെ കയ്യേറ്റം ചെയ്യും. കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ കയ്യേറ്റം ചെയ്താലോ എന്റെ ക്യാമറമാനെ കയ്യേറ്റം ചെയ്താലോ എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മളുടെ തൊഴിലുപകരണമായിട്ടുള്ള ക്യാമറ ഉണ്ട്, ആ ക്യാമറയുമായി തല്ലിപ്പൊട്ടിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ അർജുൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഞെട്ടാൻ വട്ടൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ യവന്മാരെ ഉപദ്രവിക്കും, യവന്മാരെ അടിക്കും, യവന്മാര് ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവന്മാരുടെ ഈ ക്രൂര വികാരങ്ങളുടെ മുകളിൽ എടുത്തിട്ടിരിക്കുന്ന, ഇവന്മാരുടെ ഈ സദാചാര ഗുണ്ടായുസത്തിന്റെ മുകളിൽ എടുത്തിട്ടിരിക്കുന്ന പുറംമൂടി മാത്രമാണ്. ഇവർക്ക് ഗുൽമോഹറിടങ്ങൾ തുടങ്ങാനും ഇവർക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനും ഇവർക്ക് ആൾക്കൂട്ട ആക്രമണങ്ങൾ നടത്താനും സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു പുറംമോടി ഇവർ സൃഷ്ടിച്ച് ആ പുറംമോടിയുടെ മുകളിൽ ഇവര് അതിന് കലയുടെയൊക്കെ ഒരു മേമ്പൊടി ചാർത്തി ഇവരങ്ങ് കുട്ടികളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കും. അങ്ങനെയുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അന്ന് പുറത്തിറങ്ങിയത് കുറച്ച് സാഹസപ്പെട്ടിട്ടാണ്. അന്ന് പുറത്തിറങ്ങിയത് അവിടെയുള്ള പ്രിൻസിപ്പാളിനെ നമ്മൾ വിളിച്ചു. ഞാൻ പറയട്ടെ, അന്ന് പ്രിൻസിപ്പാളിനെ വിളിച്ചിട്ട് പ്രിൻസിപ്പാളിന് പോലും ഭയമാണ്. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും 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 അത്ഭുതകരമായിട്ട് തോന്നിയത്. ഞാൻ പറയട്ടെ, ഇത് പ്രിൻസിപ്പളിനെ ആരാ അപ്പോയിന്റ് ചെയ്തത്? ഒരു കോളേജിൽ പ്രിൻസിപ്പളിനെ അപ്പോയിന്റ് ചെയ്യുന്നത് SFI ആണ്. അവിടെയാണ് ഈ കോളേജിൽ ആര് പ്രിൻസിപ്പളായി വരണം എന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കും. പിന്നെ പ്രിൻസിപ്പൾ എങ്ങനെ പറയും? ഇപ്പോ ഇന്നലെ വയനാട്ടില് ഈ കോളേജില് സമരം ചെയ്യാൻ ഇന്ന് അവിടെ ഉപവാസം കിടക്കുന്ന ചില നമ്മുടെ സംഘടനകളിൽ പെടുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവര് പറഞ്ഞത് അവര് ഡീനിനോട് ചോദിച്ചു, ഇങ്ങനെയൊന്നും നടന്നിട്ട് സാറൊന്നും അറിഞ്ഞില്ലേ? എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ എന്ന് ദയനീയമായി പറയുന്ന ഒരു ഡീനിനെ ഞങ്ങൾ എത്ര മണിക്കൂർ ഉപരോധിക്കുന്നതാണ്. ആ സമരത്തിന് പോയ സംഘടനയിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് തന്നെ പുള്ളിയെ കണ്ടിട്ട് വിഷമായി. കാരണം പുള്ളിയെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് അവസ്ഥ. അപ്പൊ ഈ പറയുന്ന പോലെ പ്രിൻസിപ്പൽ, ഡീൻ, ആ പറയുന്ന എല്ലാ സംവിധാനങ്ങളും പോലും എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുന്ന സംഘടനയാണ് SFI. SFI എന്ന് പറയുന്നത്, നിങ്ങൾ SFIനെ കുറച്ച് കാണുന്നുണ്ടാ? SFI എന്ന് പറയുന്നത് ക്യാമ്പസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ SFIന്റെ വേറൊരു മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 4 വർഷം മുമ്പുള്ള സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സോന സിബി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി പഠിത്തം നിർത്തിപ്പോയ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് മാത്രല്ല, എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പഠിത്തം നിർത്തി പോകുന്നുണ്ട്. എന്തുകൊണ്ടാ പോകുന്നത്? ഇവര് പഠിക്കാൻ സമ്മതിക്കില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലോ മഹാരാജാസിലോ പഠിക്കേണ്ടതില്ല. ഇതാണ് SFIന്റെ നിലപാട്. എനിക്ക് ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തത്. അപ്പോ ആ സമയത്ത് എനിക്ക് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സംസ്കൃത കോളേജില് സംസ്കൃതം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് നിങ്ങളെ കയറ്റാം, നിങ്ങൾക്ക് വേറെ ഒരു മാനദണ്ഡമില്ല, നിങ്ങൾക്ക് കയറ്റാമെന്ന് പറഞ്ഞു. അപ്പൊ സംസ്കൃതം ഞാൻ ഈ എന്താ പറയാ, ഈ ബയോളജി സയൻസ് +2 എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ സംസ്കൃതം എടുത്ത് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ഈ സംസ്കൃതത്തിന്റെ ABCD പോലും അറിയില്ല. ഇവര് വലിയ ഖണ്ഡകാവ്യമൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല ചേട്ടാ, എനിക്ക് സംസ്കൃതം എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം നമ്മളൊക്കെ പഠിച്ച് ജയിക്കണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ്. അത് കഴിഞ്ഞിട്ട് ആർട്സ് കോളേജിൽ പോയി. ആർട്സ് കോളേജിൽ പോയപ്പോ അവിടെ എക്കണോമിക്സ് ആണ് കിട്ടിയത്. സ്വാഭാവികമായിട്ടും എനിക്ക് എക്കണോമിക്സിനോട് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവർക്ക് 2 സ്ഥലങ്ങളിലും നമ്മളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അവരുടെ ഏക നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ SFIയിൽ പ്രവർത്തിക്കും എന്നുള്ളത് മാത്രമാണ്. ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ, ആ മടക്കി 8 മടക്കി മടിക്കുത്തിന് താഴെ വെച്ചോ, SFIയിൽ പ്രവർത്തിച്ച എന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് വയ്യ എന്ന് ഞാൻ കൃത്യമായിട്ട് ആ സമയത്ത് പറഞ്ഞു. SFIയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. കാരണം SFIയിൽ പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ തലയിൽ 1 2 കേസുകൾ പോയി ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അതാണ് അവർ അനുവർത്തിക്കുന്നത്. ആദ്യം നമ്മൾ പോയി SFIയിൽ പ്രവർത്തിക്കാൻ നിൽക്കുക. ചേട്ടന്മാരൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം ഒക്കെ പറഞ്ഞ് SFIയുടെ ആലയത്തിലോട്ട് നമ്മൾ ആനയിച്ച് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോ പതിയെ പതിയെ നമ്മളെ കല്ലെറിയാനും നമ്മുടെ അവിടെ സെക്രട്ടറിയുടെ സമരത്തിനും, ഇപ്പൊ പിന്നെ പിണറായി വിജയൻ ഭരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു വിപ്ലവ വീഡിയോ ഒക്കെ ഗവർണറുടെ മുമ്പിൽ വാരി വിതറുന്നുണ്ട് അവര്. അപ്പൊ ഗവർണർ പറഞ്ഞല്ലോ ബ്ലഡി ക്രിമിനൽസ് എന്ന്.
അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇല്ല, എസ് എഫ് ഐയുടെ പ്രവർത്തനം ഇപ്പൊ മുന്നോട്ട് അല്ല, പോകുന്നത്. ഈ ഈ കേസുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കൂ. ഒരു ഉം. ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം നഗ്നനാക്കി ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചു, ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയെ ശരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചാൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? ബ്ലഡി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രിമിനൽസ് എന്നല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെ വിളിക്കേണ്ടത്. അതിനും അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെ വിളിക്കണം. അല്ല അർജുന, എനിക്ക് മനസ്സിലാവുന്നില്ലടാ. അതായത് ഒരു വിദ്യാർത്ഥിയെ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുക. നമ്മുടെ ആ അട്ടപ്പാടിയിലെ മധുവിനെ അടിച്ചു കൊന്നത് ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള പേരിലാണ് അടിച്ചു കൊന്നത് അട്ടപ്പാടിയിലെ മധുവിനെ. അത് ചർച്ച ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളം. അട്ടപ്പാടിയിലെ മധു ഇന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. അത് ചർച്ച ചെയ്യുന്നുണ്ട്. 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബെൽറ്റ് കൊണ്ട് പുറം പൊളിയുമാറ് അടിക്കുന്നു. ശേഷം 130 കുട്ടികളുടെ മുമ്പിൽ വിവസ്ത്രനാക്കി അയാളെ നിർത്തുകയാണ്. കാരണം അയാളുടെ മാനം, അഭിമാനം. ഞാൻ ഈ കേട്ടിട്ടുണ്ട്, ഈ IS, താലിബാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മനുഷ്യരുടെ കഴുത്ത് കണ്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവരെങ്ങനെയാണ് മനുഷ്യന്റെ കഴുത്ത് കണ്ടിക്കുമ്പോൾ, പല വീഡിയോകളും അവർ പുറത്തുവിടും. ഈ മനുഷ്യന്റെ കഴുത്ത് കണ്ടിക്കുമ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയാണ് ഒന്ന് പെടയുക പോലും ചെയ്യാതെ, മനുഷ്യൻ എങ്ങനെയാണ് സ്റ്റേബിൾ ആയിട്ട് ആ കഴുത്ത് കണ്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അവര് ഒന്ന് പെടയുക പോലുമില്ല. അപ്പൊ ഞാൻ പല ആൾക്കാരോടും ചോദിക്കുകയും റിസർച്ച് ചെയ്യുകയും ചെയ്തപ്പോ പല ആൾക്കാരും പറയും മാനസികമായി അവരതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു, അവരുടെ മനസ്സ് മരവിച്ചു പോയി എന്നുള്ളതാണ്. അതുപോലെ ഈ പയ്യനെ, ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുന്നതിന് മുമ്പുള്ള ഇവരുടെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അവന്റെ മാനം, അവന്റെ അഭിമാനം സകലതും ആ കുട്ടികളുടെ മുമ്പിൽ നശിപ്പിച്ച് അത് കവർന്നെടുത്ത് വേറൊരു സംഘടനകളും ചെയ്യാത്ത രീതിയിൽ അവനെ ബെൽറ്റിന് പൊളിയുമാർ അടിച്ച് സ്ത്രീകളുടെ മുമ്പിൽ, അതായത് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവനെ വിവസ്ത്രനാക്കി അവനെ വലിച്ചഴിച്ചു എന്നാണ് പറയുന്നത്. ഇത്രയും ചെയ്തിട്ടും അവിടെയുള്ള കോളേജിലെ പ്രിൻസിപ്പാള് വായില് പഴം വിഴുങ്ങി ഇരിക്കുകയായിരുന്നുവെങ്കിൽ, ഐ എം സോറി ഫോർ യൂസിങ് ദിസ് വേർഡ്, ബട്ട് ഇതാണ് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അല്ല, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് എന്ത് തരം കോളേജാണ് എന്ന് എനിക്ക് നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോണ സാർ എന്ന് മാത്രമേ പറയാൻ. ഇല്ല, അതിന്റെ മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് ഈ കുട്ടി മരിച്ചതിന് ശേഷം കോളേജ് അധികൃതർ ഇവരുടെ പാരന്റ്സിനെ വിളിക്കുന്നില്ല. സുഹൃത്തുക്കൾ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ സിദ്ധാർത്ഥിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. മരണ വാർത്ത വിളിച്ചു പറയുന്നത് വിദ്യാർത്ഥികളാണ്. ഇവിടെ അവിടുത്തെ പ്രിൻസിപ്പാൾ വിളിക്കുന്നില്ല, ഡീൻ വിളിക്കുന്നില്ല, അധികാരികൾ വിളിക്കുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. എന്തുമാത്രം ക്രൂരമായ സമീപനമാണ് ഒരു കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാനോ ആ മാതാപിതാക്കളോട് സംസാരിക്കാനോ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അവർ തയ്യാറാവുന്നില്ല. ബിന്ദു അവര് മിനിസ്റ്റർ സംസാരിച്ചിട്ടുണ്ടോ അവരോട്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയം? അല്ല, അതില് ഞാനൊരു കാര്യം പറയട്ടെ. ഈ SFIയുടെ തലപ്പത്തിരിക്കുന്നത് ആരാണ്? PM മാർഷോ. PM മാർഷോയെ ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ കളിയാക്കി വിളിക്കുന്നത് ഗുണ്ട എന്നാണ്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളാരാണ്? മന്ത്രി അപ്പൂപ്പൻ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബിന്ദു എന്ന് പറയുന്നത് ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ് ഇതിന്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാന്നുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവര് വിളിക്കണമെന്ന് പറയുന്നത് തന്നെ ഒരു വ്യാമോഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് മാത്രല്ല, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ദിവസം പുറകിൽ ഹോസ്റ്റലിൽ ഈ കുട്ടിയെ പരസ്യമായി വിചാരണ ചെയ്തു. SFI കോടതി, അതുകൂടെ പറയണം. സമാന്തര കോടതി നടത്തുന്നു വിദ്യാലയത്തിനുള്ളിൽ. എന്തുമാത്രം അധപ്പതിച്ച മെന്റാലിറ്റി ആയിരിക്കും ഈ പറയുന്ന ആളുകൾക്കുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ആദ്യമൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്, ഇത് റാഗിങ്ങിന്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു വാർത്തയൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 ദിവസം വിവസ്ത്രനാക്കി പിന്നെ ബെൽറ്റ് കൊണ്ടൊക്കെ മർദ്ദിക്കുമ്പോ, ഇപ്പൊ ഞാനോ നിങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ കോളേജിലൊക്കെ സംഘർഷം ഉണ്ടാകുമ്പോഴും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു ഭയം തോന്നില്ലേ? നമുക്കൊരു അലിവ് തോന്നില്ലേ ഇപ്പൊ നമ്മൾ ഒരാളെ മർദ്ദിക്കുകയാണെങ്കിൽ, അല്ലേ? അപ്പോ അതുപോലും ഇല്ലാതെ യാതൊരു മനസ്സലിവും ഇല്ലാതെ എന്ത് തരം ആൾക്കാരായിരിക്കും അവര്? ഒരു ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, പുള്ളിയുടെ അമ്മാവനുമായിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ അമ്മാവൻ പറയുന്നത് അവിടെ ഒരു വിദ്യാർത്ഥിനിയുമായിട്ട് വാലന്റൈൻസ് ഡേയുടെ അന്ന് പുള്ളിക്കാരൻ നൃത്തം ചെയ്തു എന്നുള്ളതാണ്.
ആ നൃത്തം ചെയ്തത് നമ്മുടെ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം ടീമിന് പിടിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ ആ ചെക്കന്റെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു സ്റ്റേച്ചർ ഉണ്ടല്ലോ. ആ പയ്യൻ പോകുന്ന വഴി പുള്ളിക്കാരൻ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു, ഒരു ഫ്രോഗർ ആയിരുന്നു, വെറ്റിനറി മേഖലയിൽ വളരെയധികം സംഭാവനകൾ ചെയ്യാൻ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ അക്കാഡമിക് ഒരു മികവുണ്ട് പുള്ളിയുടെ. ആ മികവിൽ ഇവർക്ക് വലിയ അസൂയായിരുന്നു. കാരണം ആ മികവുള്ളത് കൊണ്ട് തന്നെ SFI എന്ന് പറയുന്ന സംഘടനയോട് പുള്ളിക്കാരൻ സ്വാഭാവികമായിട്ടും ഇല്ല. അടുത്തിരുന്നില്ല. അത് അത് അതെന്തോ നമുക്ക് അതെന്തോ അല്ല അല്ല അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് അല്ല, എന്തുകൊണ്ടാന്ന് വേറൊരു വെച്ച് സംഭവം. കഴിഞ്ഞാൽ അർജുൻ നമ്മുടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചാണ്. ആ, അവിടെയുണ്ട് ഈ അതിലേക്ക് വാദം. അതിലേക്ക് വരാം. അതായത് രണ്ട് സ്വഭാവമാണ് ഇവർക്ക്, രണ്ട് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നത്, അത് പറയാം. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഹി വാസ് ഫേമസ് എമംഗ് ദ സ്റ്റുഡൻസ്. കുട്ടികൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ സ്വാധീനമുള്ള ഒരാൾ, എടാ ഇവൻ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. SFIയുമായിട്ട് സിദ്ധാർത്ഥിന് അഫിലിയേഷൻ ഇല്ല, പക്ഷെ സിദ്ധാർത്ഥിന് കുട്ടികൾക്കിടയിൽ സ്വാധീനമുണ്ട്. അപ്പൊ നമ്മളുമായി അസോസിയേറ്റ് ചെയ്യാത്ത ഒരുത്തിന് ക്യാമ്പസിൽ സ്വാധീനം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SFIക്ക് ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ക്യാമ്പസുകളിൽ അവർക്കത് വലിയ പ്രശ്നമാണ്. അതാണ് ഇത് അടിസ്ഥാനപരമായി SFIയുടെ പ്രവർത്തന രീതി, കാലങ്ങളായിട്ടുള്ള പ്രവർത്തന രീതിയുടെ ഒരു 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 ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ SFIയുടെ പ്രശ്നം ഇതൊക്കെയാണ്. ഞങ്ങളുമായി അഫിലിയേഷൻ ഇല്ലാത്ത ഒരുത്തരും ഒരു കോളേജിൽ പഠിക്കേണ്ടതില്ല. അവരുടെ പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. അല്ല, ഹൈദരാബാദിൽ എങ്ങനെയായിരുന്നു? ഇവറ്റകളുടെ ശല്യം നല്ലപോലെ ഉണ്ടായിരുന്നു? അതേ, ഇവറ്റകൾ അവിടെ അടങ്ങി ഒതുങ്ങിയാണോ ജീവിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അല്ല, ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ പറ്റിയൊക്കെ കുറെ കൊല്ലം മുമ്പൊക്കെ പുറത്തെന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ ഇടതുപക്ഷ സ്വഭാവമുള്ള അങ്ങനെയുള്ള ക്യാമ്പസ് ആണ്, അല്ലെങ്കിൽ SFIയുടെ ക്യാമ്പസ് ആണെന്നാണ് പുറത്ത് പറയുന്നത്. പക്ഷെ ഹൈദരാബാദ് അങ്ങനെയൊന്നും അല്ല. ഹൈദരാബാദിൽ യൂണിയൻ SFI ഭരിക്കുന്നുണ്ടെങ്കിലും അത് 6-7 സംഘടനകളുടെ പിൻബലത്തിലൂടെയാണ് അവർ ഭരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൽ ഫ്രട്ടേണിറ്റി ഉണ്ട്. ഏത് നിരോധിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഫ്രട്ടേണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഐസ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ASA. അപ്പൊ ഇങ്ങനെയുള്ള 5-6 സംഘടനകളുടെ പിൻബലത്തോടു കൂടിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയൊക്കെ ഇവർ ഭരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ കേന്ദ്ര സർവകലാശാലകൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഡൽഹി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, JNU ആയിക്കോട്ടെ, അവിടെ ഒന്നും തന്നെ 2024 ഇന്ന് SFI വിചാരിച്ചാൽ ഒരു സംഘർഷം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അല്ല, JNUവിലൊക്കെ ഇവന്മാരെ അടിച്ചോട്ടിക്കുന്ന സീനായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ ആ സമയത്ത് ഇവിടെയുള്ള പല ആൾക്കാരും അതിനെ അപലപിച്ചിരുന്നു. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഭീഭത്സ രൂപം കാണണമെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് തന്നെ വരേണ്ട ഒരു സ്ഥിതിയാണ്. പിന്നെ രോഹിത് വെമുല ആത്മഹത്യ ചെയ്തപ്പോ രോഹിത് വെമുലയുടെ ആത്മഹത്യ അത് കൊലപാതകമാക്കി, അത് നാട് മുഴുവൻ ആളിക്കത്തിച്ച്, അതിലും ഭീകരമായിട്ടുള്ള സംഭവമാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മെഴുകുതിരി കത്തിക്കാൻ പോലും ഒരു ടീച്ചർമാരും ഇല്ല, ഒരു സാംസ്കാരിക നായകരില്ല എന്ന് അത് നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ല, അത് മാത്രമല്ല, മറ്റു പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന അധ്യാപകന്മാരുമായിട്ടുള്ള സാംസ്കാരിക നായകർ, അവർ ആക്റ്റീവായിട്ടുള്ള ആർക്കും ഒരു വിദ്യാർത്ഥി മരിച്ചതിനെ കുറിച്ച് ഇനി SFIയെ കുറ്റം പറയേണ്ടതേ. ഇങ്ങനെ ഒരു സംഭവം നടന്നത് ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയാലോ. SFIയെ കുറ്റം പറയണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് മറ്റേ നിങ്ങൾ ഇടതുപക്ഷ പിന്നെ അധ്യാപക സംഘടനയുടെ ഭാഗമാണ്, അതുകൊണ്ട് SFIയെ കുറ്റം പറയാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയണ്ട. പക്ഷെ ഇങ്ങനെ ഒരു കോളേജിൽ ഒരു കുട്ടി അകാരണമായി മരിച്ചത് ദൗർഭാഗ്യകരമായി പോയി എന്ന് പോലും പറയാൻ കഴിയാതെ നാവ് തളയ്ക്കപ്പെട്ട ഇവരെ എങ്ങനെയാണ് അധ്യാപകന്മാരെന്നും അധ്യാപികമാരെന്നും വിളിക്കാൻ പറ്റുക? അല്ല, അധ്യാപികമാരുടെയും കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കണം. ഇന്ന് ഞാൻ ദേശാഭിമാനി വായിച്ചു. ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടാൽ ചിലപ്പോൾ അർജുൻ ഞെട്ടിപ്പോകും. ദേശാഭിമാനി നമുക്കറിയാലോ. ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നത് ഈ പയ്യൻ ഒരു നിരന്തരം പ്രശ്നക്കാരനായിരുന്നു, അവിടെ ഒരു വിദ്യാർത്ഥിനിയെ ഈ പയ്യൻ ശല്യപ്പെടുത്തിയെന്നും അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാനായിട്ട് SFI പ്രവർത്തകർ ചെന്നപ്പോഴാണ് സംഘർഷത്തിൽ കലാശിച്ചത് എന്നുമാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. ആ പറഞ്ഞ വാർത്ത ഒന്ന് മോഡിഫൈ ചെയ്യും. ഇവൻ നിരന്തരമായി ശല്യക്കാരനായിരുന്നു, ഇവൻ പെൺകുട്ടികളെ നിരന്തരമായി ശല്യപ്പെടുത്തുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇവനെ തല്ലിക്കൊന്നു എന്നാണോ ദേശാഭിമാനി പറയുന്നത്? ഞാൻ പറയട്ടെ, SFIയിൽ പണിയെടുക്കുന്ന ആളുകൾ പ്രായമാകുമ്പോ ദേശാഭിമാനി പോയിരിക്കും, എന്നിട്ട് തോന്നിയ ദിവസം എഴുതി വെക്കും. ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നവനെ പറയാൻ പറ്റുള്ളൂ.
ദേശാഭിമാനി എത്ര പേര് വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നുണ്ട്? അത് ഒന്നാമത്തെ ചോദ്യമാണ്. പിന്നെ ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഈ സ്വയം സംതൃപ്തി അടയുക എന്ന് പറയുമല്ലോ, നമുക്ക് വേണ്ട എല്ലാ തോന്നിവാസവും എഴുതി വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് ദേശാഭിമാനി. ദേശാഭിമാനിയെ ഞാൻ പറയുന്നില്ല, ഞാൻ പറയട്ടെ, ഈ മൂന്ന് ദിവസം നഗ്നനാക്കി ആ കുട്ടിയെ മർദ്ദിച്ചതിനേക്കാൾ അവരെക്കാൾ അധപ്പതിച്ച മെന്റാലിറ്റിയാണ് ഈ വാർത്ത ദേശാഭിമാനിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയവനുള്ളതെന്ന് ഞാൻ പറയും. അല്ല, അതിനേക്കാൾ ഇത് അധപ്പതിച്ച എസ് എഫ് മെന്റാലിറ്റി. ഐയുടെ ഇത് എസ് എഫ് ഐയുടെ ആദ്യത്തെ ഒന്നും സംഭവമൊന്നുമല്ല. ഈ എസ് എഫ് ഐക്കാർ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഞെട്ടല് രേഖപ്പെടുത്തുന്ന പല സാംസ്കാരിക നായകരെ ഞാൻ കണ്ടു. അയ്യോ, എന്റെ എസ് എഫ് ഐ ഇങ്ങനെയല്ല, എന്റെ എസ് എഫ് ഐ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഞെട്ടൽ അവര് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ സംസാരം കേട്ടാൽ തോന്നുന്നു എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പുണ്യാള സംഘടനയാണ്. വെറുതെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് കയറി നോക്കിയാൽ മതി. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് യൂണിറ്റ് റൂമുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ കൊണ്ടിട്ട് ഇടിക്കാനുള്ള യൂണിറ്റ് റൂമുകൾ. ആ യൂണിറ്റ് റൂമിനകത്ത് നിന്ന് ആയുധങ്ങളും മദ്യക്കുപ്പികളും കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല മാധ്യമങ്ങളും അത് ആ സമയത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തതാണ്. എപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്തതെന്ന് അറിയാം? ഈ ശിവരഞ്ജിത്തിന്റെയും നിസാമിന്റെയും കേസ് വന്നിരുന്നല്ലോ. യെസ്, വളരെ ഫേമസ് ആണ് രണ്ട് എക്സാക്ട്ലി ബുക്ഷികൾ. രണ്ട് കേസ് വന്നല്ലോ. ഈ ശിവരഞ്ജിത്തും നിസാമും മുതുക്കന്മാരാണ്, രണ്ട് വലിയ മുതുക്കന്മാരാണ്. ഈ മുതുക്കന്മാരാണ് ഇവർ ഈ ഹോസ്റ്റലും ഇവർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഈ കിളവന്മാർക്ക് യവന്മാർക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു സൗകര്യം എസ് എഫ് ഐ കൊടുക്കുന്നില്ല. എസ് എഫ് ഐ അവർക്ക് അവിടെ താമസിച്ചുള്ള സൗകര്യം കൊടുക്കും. കാരണം വരുന്ന പിള്ളേരെയൊക്കെ അടിച്ചു ഒതുക്കി എസ് എഫ് ഐ ആക്കണം, ഇല്ലെങ്കിൽ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കണം. ഇതാണ് അവരുടെ, തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആൾക്കാർ മാത്രം മതി എന്നുള്ളൊരു സംഭവമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള, പിന്നെയാണ് ഇവർ ഈ PSC-യിൽ കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് പിടിക്കപ്പെടുന്നതും. അതിന് മുമ്പോ ശേഷമാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പയ്യനെ, ഈ ശിവരഞ്ജിത്താണെന്ന് തോന്നുന്നു, കത്തിയെടുത്ത് നെഞ്ചത്ത് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യെസ്, വലിയ വാർത്തയായിരുന്നു എസ് എഫ് ഐയുടെ. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പയ്യന്റെ നെഞ്ചത്ത് ഓർമ്മയുണ്ട്, കത്തിയെടുത്ത് കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഓർമ്മയുണ്ട്, ഇതൊക്കെയാണ് അവരെ ഓർമ്മയുണ്ട്. ചെയ്യുന്നത്. പിന്നെ പോരാത്തത് നമ്മുടെ PM ആർഷോ ഉണ്ടല്ലോ. PM ആർഷോ ആണല്ലോ എസ് എഫ് ഐയുടെ തലപ്പത്തിരിക്കുന്നത്. നമ്മള് ഈ PM ആർഷോയെ കുറിച്ച് പറയുമ്പോ പല കാര്യങ്ങളും അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതായിട്ട് നമ്മൾ വരും. കാരണം ആർഷോയുടെ സ്വഭാവവും സംസ്കാരവും എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ പക്ഷെ ബഹുമാനിച്ചേ പറ്റൂ. കാരണം നാളത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ നാളത്തെ ഒരു സാംസ്കാരിക മന്ത്രിയോ ഒക്കെ ആകേണ്ട ഒരു വ്യക്തിയാണ് ഈ PM ആർഷോ എന്ന് പറയുന്നത്. ഈ PM ആർഷോ യുടെ സംഘടന നമുക്കറിയാം. ഈ അവരുടെ കൂടെ തന്നെയുള്ള ഒരു സംഘടനയിലെ ഒരു പെൺകുട്ടിയെ മുതുകത്ത് ചവിട്ടുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരികയും ചെയ്യും എന്ന് പറഞ്ഞ അല്ല ആൾക്കാരാണ് അല്ല എസ് എഫ് അവിടെ ഐക്കാര്. അവിടെ അല്ല ഇവിടെ PM ആർഷോയുടെ മെറിറ്റ് എന്താ? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. PM ആർഷോയുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് CPI-കാരിയായ വിദ്യാർത്ഥിനിയെ ഇതുപോലെ പുലഭ്യം പറയുകയും മർദ്ദിക്കുകയും. PM ആർഷോ എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന CPI പോലെയുള്ള ഒരു സംഘടനയിലെ വിദ്യാർത്ഥി സംഘടനയിൽ പെടുന്ന ഒരു പെൺകുട്ടിയെ പരസ്യമായിട്ട് മർദ്ദിച്ചതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് നമ്മൾ കണ്ടതാണ്. പരസ്യമായി ഇങ്ങനെ ചെയ്യുന്ന ഇവർ രഹസ്യമായി ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ കുട്ടികളോട് പെരുമാറും എന്നുള്ളതിന്റെ സംശയമുണ്ടോ? വീഡിയോ അല്ല, പറയുന്ന പോലെ ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും പേടിപ്പിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ ഒരു മടിയും ഇല്ലെന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ തമ്പടിക്കുന്ന ഈ നിസാമിനെ പോലെയുള്ള ആൾക്കാര് ട്രാഫിക് പോലീസിനെ റോഡില് പട്ടാപ്പകല് എടുത്തിട്ട് എന്താ പറയാ അറഞ്ചം പുറഞ്ചം അടിച്ചതിന്റെ പ്രതിയാണ്. അയാളെ എന്നിട്ട് പിടിക്കാൻ കേരള പോലീസിന് സാധിക്കുന്നില്ല. കേരള പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അയാള് ഒളിവിലാണെന്നാണ്. പക്ഷെ അയാൾ ഇവിടെ CPM-ന്റെ സകല കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്, പരിപാടികളിലും വരുന്നുണ്ട്. അങ്ങനെ സകല കാര്യങ്ങളിലും അയാൾ ലൈവായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അത് നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന പല SFI കോളേജുകളുടെയും ഒരു ഗതിയാണിത്. ഇനി നമുക്ക് വേറെ കേരളവർമ്മ കോളേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാലോ, കല അങ്ങ് തുളുമ്പി നിൽക്കുന്ന. ഇവിടെ ആക്രമണമാണെങ്കിൽ അവിടെ ഗുൽമോഹരണങ്ങളാണ് കൂടുതലുള്ളത്. ഞാൻ മറ്റൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നമുക്ക് ഈ പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജ്, മഹാരാജാസ്, ഈ പറയുന്ന പ്രശ്നം നടന്ന വയനാട്ടിലെ ഈ കോളേജിനെ കുറിച്ച്, ഈ വിദ്യാലയത്തിനെ കുറിച്ച്, ഇവിടുത്തെ SFIയുടെ അപ്രമാദത്തിനെ കുറിച്ച് നമ്മൾ ബോധേഡായിരുന്നു. ഈ ക്യാമ്പസിനെ കുറിച്ച് നമ്മൾ ബോധേഡായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് വാർത്തയിലൊക്കെ വരുന്നത്. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? നമ്മൾ ആരെങ്കിലും ഈ കോളേജിനെ പറ്റി ബോധേഡായിരുന്നോ? ഇങ്ങനെ എത്ര കലാലയം ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? നിരവധി കലാലയമുണ്ട്. നമുക്കൊരു യൂണിവേഴ്സിറ്റി കോളേജും കേരളവർമ്മയും മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. അതിനേക്കാൾ ക്രൂരമായി എന്താ പറയാ SFI പെരുമാറുന്ന, കുട്ടികളോട് പെരുമാറുന്ന പല വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉണ്ട്. കംപ്ലൈന്റുമായി പോയി കഴിഞ്ഞാൽ ആര് നടപടി എടുക്കും? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം
നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളൊരു എന്താ പറയാ, നിങ്ങളോട് ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചു പറയുമായിരിക്കും ഇന്നേ കോളേജിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആര് നിങ്ങളോട് അത് വന്ന് പുറത്തൊരു ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ തയ്യാറാവും? നമുക്ക് അൺഒഫീഷ്യലി അറിയുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. അല്ല ഞാൻ പറയട്ടെ, അൺഒഫീഷ്യലി അറിയുന്ന കാര്യം എനിക്ക് തന്നെ എത്ര കോളുകൾ വരുന്നുണ്ടെന്ന് അറിയാമോ? ചില സമയങ്ങളിൽ ചേട്ടാ ഇങ്ങനെ കോളേജിനകത്ത് ഇങ്ങനെയുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അവിടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ കോളേജിനകത്ത് കയറാൻ പറ്റില്ല. കാരണം അകത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരെ ഞാൻ ആക്രമിക്കും. എനിക്ക് കയറാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വിഷ്വലാക്കും. അത് വിഷ്വലാക്കിയിട്ട് എനിക്കൊന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്യും, എങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ പുറം ലോകത്ത് എത്തിക്കാനായിട്ട് സാധിക്കുമെന്ന് പറയും. ഇന്നലത്തെ തന്നെ പൂക്കോട് അർജുൻ പറഞ്ഞുകൊണ്ട് ആ കോളേജില് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അർജുൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ കോളേജിലെ SFIയുടെ നിയമം എന്ന് പറഞ്ഞാൽ, ഒരടി SFIക്കാരനെ അവിടെ വേറൊരാളെ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീരണം. എന്ന് പറഞ്ഞാൽ നീ ആ അടിയെ കൊണ്ട് പൊക്കോളണം. മറിച്ച് തിരിച്ച് പ്രതികാരം ചെയ്യാനോ ഇത് ഡീനിനോട് കംപ്ലൈന്റ് ചെയ്യാനോ പോയി കഴിഞ്ഞാൽ നിന്റെ ഗതി എന്ന് പറയുന്നത് അതോ ഗതിയാകും എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇവര് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഡീനിന്റെ കയ്യിലെത്തിയിട്ടും കാര്യമില്ല. ഡീനിനെ ഇവര് മറ്റേ തട്ടിത്തോളി കയറ്റി തോട്ടിലോട്ട് എടുത്തെറിയും, അത് വേറെ കാര്യം. അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. ഇന്നലെ ആ പുള്ളിക്കാരന്റെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞത്, അവിടുത്തെ PTA പ്രസിഡന്റ് ആണ് നമ്മളോട് ഈ കാര്യം ആദ്യം പറയുന്നത്. ഈ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തതാവാൻ വഴിയില്ല, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ വിദ്യാർത്ഥികളോട് ചോദിക്കുമെന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള ഒരു അധ്യാപകൻ വേറെ ഒരു അധ്യാപകനും കാണാതെ, ഒരു SFI പ്രവർത്തകനും അറിയാതെ ഏതോ ഇവര് പോകുന്ന വഴിയിൽ വന്ന് വഴിമധ്യയിൽ നിന്നിട്ട് കൈ കാണിച്ച് നിർത്തിയിട്ട് നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അപ്പൊ എന്തൊരു ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്കൊന്നും ഒന്നും ചെയ്യാതെ പഞ്ചപുച്ഛമടക്കി ഇവരെന്താണോ പറയുന്നത് അത് മാത്രം അനുസരിച്ച് പഠിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതെ അവിടെ ജീവിക്കേണ്ടി വരും. ഇത് നമ്മൾ ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട് ഇപ്പൊ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. എനിക്ക് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ 2 ദിവസം കഴിഞ്ഞാൽ, ഒരാഴ്ച കഴിഞ്ഞാൽ, 2 ആഴ്ച കഴിഞ്ഞാൽ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടി സ്വീകരിച്ചു എന്ന് തന്നെ കരുതുക. അപ്പോഴും ഇതിന്റെ കോർ വിഷയം അവിടെ നിൽക്കുകയാണ്. കലാലയങ്ങളിലെ ഗുണ്ടായിസം എങ്ങനെ അവസാനിക്കപ്പെടും ചോദ്യമല്ലേ? ഇവിടുത്തെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി, ഇവിടുത്തെ ഞാൻ പറയട്ടെ, ഇപ്പൊ SFI അപ്രമാദിതത്തോടു കൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്ന ക്യാമ്പസുകൾ ഉണ്ടെന്ന് KSUവിനെങ്കിലും അറിയാലോ. KSU ആണല്ലോ 2ാമത്തെ വലിയ വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ. അപ്പോ KSUവിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അപ്രമാദം അവസാനിപ്പിക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, KSUക്കാരെ ഇവര് തുണിയില്ലാതെ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് KSUക്കാർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. KSUക്കാര് തുണിയില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ മുമ്പിൽ. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അല്ല, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നപ്പോ കേന്ദ്ര സർവകലാശാലകളുടെ കാര്യം പറഞ്ഞല്ലോ. ഒന്നുകൂടി ഞാനത് വ്യക്തമായിട്ട് പറയാം. കേന്ദ്ര സർവകലാശാലകളിൽ എന്തുകൊണ്ട് SFI പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. കേന്ദ്ര സർവകലാശാല അല്ല അവിടെ ABVPക്കാരുണ്ട്. അത് സത്യമാണ്. കേരളത്തിൽ ABVPക്ക് കലാലയങ്ങളിൽ ശക്തി കുറവായിരിക്കും. പക്ഷേ ABVP കേന്ദ്ര സർവകലാശാല ഞാൻ കണ്ടെടുത്തോളം ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, എനിക്ക് JNUലൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ JNU ആയിക്കോട്ടെ, ABVP ഒരു പ്രശ്നവും തുടങ്ങി വയ്ക്കാറില്ല പൊതുവിൽ. പക്ഷേ അവിടെ SFI അജിറ്റേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ABVP റിയാക്ട് ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇക്വേഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമില്ലാത്തത്. KSU കാരണമല്ല, ABVP എന്ന് പറയുന്ന സംഘടന ഉള്ളത് കൊണ്ടാണ്. അടിച്ചാൽ അവർ തിരിച്ചടിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടുത്തെ എല്ലാ ABVPയിലെ ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർവകലാശാലകളിൽ ഇന്ന് SFI വിചാരിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. JNUവിനെ പറ്റി ഇപ്പൊ വാർത്ത കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണ്? JNUവിൽ ഇപ്പൊ ഒന്ന് പോയി നോക്കണം. JNU ഇപ്പം വളരെ വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. പഴയതുപോലെയുള്ള ഇവരുടെ ആക്ടിവിറ്റീസ്, ഈ പഠിച്ചു കഴിഞ്ഞ് മുതുക്കന്മാർ നിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ മാറി. പഠിച്ചിട്ട് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ, ഇത്ര മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ക്യാമ്പസിൽ നിന്നും ഒഫീഷ്യലി പുറത്തിറങ്ങണം എന്ന് നിയമം വരെ ഉണ്ട് ഇപ്പൊ കേന്ദ്ര സർവകലാശാലകളിൽ. അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഇപ്പൊ പഴയ പോലെ. എടുക്കാനായിട്ട് ഇപ്പൊ നിയമം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവര് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 വർഷത്തെ PhD തീസിസ് കഴിഞ്ഞാലും ഇത് സബ്മിറ്റ് ചെയ്യില്ല. സബ്മിറ്റ് ചെയ്യാതെ ക്യാമ്പസുകളിൽ നിന്നുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ
സോ കോൾഡ് ചില ആക്ടിവിറ്റീസ് കേന്ദ്ര സർവകലാശാലകളിൽ നടക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പല ആൾക്കാരും വെച്ചിട്ട് പോകുന്നുണ്ട്. കാരണം ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. ആക്ടിവിറ്റീസ് ലൈക്ക് ഈ പറയുന്ന പോലെ കുട്ടികളെ ഹറാസ് ചെയ്യുക ആൻഡ് ഓൾ ദാറ്റ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ കേരളത്തിൽ നിന്നും വരുന്ന ഒരു ക്രൗഡ് ആയിരുന്നു കേന്ദ്ര സർവകലാശാലകളിൽ ഇവരുടെ ഒരു ഹോൾഡ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? CUET എന്ന് പറഞ്ഞിട്ട് കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആക്കി. അപ്പൊ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇത് കേരളത്തിൽ നിന്ന് എങ്ങനെ അഡ്മിഷൻ കൂടുതൽ പൊക്കോണ്ടിരുന്നത്? കേരളത്തിൽ നിന്ന് അഡ്മിഷൻ പൊക്കോണ്ടിരുന്നത് +2 ഇവര് 98-99% അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു മുന്നേ. അപ്പൊ അത് വെച്ചിട്ട് കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ, കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ +2 വാല്യുവേഷൻ അത്ര ഈസി അല്ല എന്നുള്ളതുകൊണ്ട്, അപ്പൊ +2 അഡ്മിഷൻ വെച്ച് ഈ മാർക്ക് വെച്ചിട്ട് ഇവർക്ക് വളരെ പെട്ടെന്ന് അഡ്മിഷന് പ്രയോറിറ്റി കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഒരു 3-4 വർഷം മുന്നേ. ഇപ്പൊ അതൊക്കെ മാറി. അപ്പം കേന്ദ്ര സർവകലാശാലകളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ഈ പറയുന്ന പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വെരി പെർട്ടിക്കുലർലി ടെല്ലിങ്, ഇവരുടെ ഒരു തോന്നിയ മാസവും ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി നടക്കില്ല. വളരെ ക്ലിയർ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അത് നടക്കില്ല എന്ന് മാത്രമല്ല, നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടികളും ഇവർ നേരിടേണ്ടി വരും. പക്ഷെ അർജുൻ, എനിക്കിത് വേറൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും. അതായത് ഈ പിടിച്ച 6 പ്രതികളുണ്ട്, 13-ലേറെ പ്രതികൾ ഇതിനകത്തുണ്ട് എന്നാണ് ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത്, സിദ്ധാർത്ഥന്റെ. ഈ 6 പ്രതികൾക്കും നീതി ലഭിക്കും എന്ന് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. കാരണം പ്രതികൾ ചില്ലറക്കാരല്ല, അവര് വിദ്യാർത്ഥികളാണെന്ന് പറയുമ്പോഴും SFIയുടെ നല്ല എണ്ണം പറഞ്ഞ ഗുണ്ടകളാണ് അവർ. അവരെ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെയും കേരള സർക്കാർ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ പരുമല ദേവസ്വം ബോർഡ് കോളേജിൽ നടന്ന ABVP വിദ്യാർത്ഥികളുടെ കൊലപാതകം. അത് 1996 ഇവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടുള്ള 95 ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടുള്ള അനു അവിടെ ABVPയുടെ നേതൃത്വത്തിൽ മത്സരിച്ച് സെലക്ട് ചെയ്യപ്പെട്ടപ്പോ അന്ന് മുതൽ ആ കോളേജ് സമരഭൂമിയായിട്ട് ആ കോളേജ് 1996 അനു ഒന്നുകൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവിടെയുള്ള SFIക്കാരെ വേട്ടയാടുകയാണ്, ABVPക്കാരെ വേട്ടയാടുകയാണ് അവിടുത്തെയുള്ള SFIക്കാര് സംഘടിച്ചു വന്നിട്ട്. ഇവര് ജീവൻ ഭയന്നിട്ട് 9-10 പേര് നേരെ അവിടെ പമ്പയിലേക്ക് എടുത്ത് ചാടുകയാണ്. പമ്പയിലേക്ക് എടുത്ത് ചാടിയ ഇവരുടെ മുകളിൽ കൂടെ പാലത്തിന്റെ മുകളിലേക്ക് കയറിയ SFI പ്രവർത്തകർ കല്ലും കമ്പും കട്ടയൊക്കെ എടുത്തെറിയുകയാണ്. അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് അവരങ്ങനെ നീന്തി കയറാനായിട്ട് സാധിക്കാതെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2000 പത്തനംതിട്ടയിലെ കീഴ്ക്കോടതി വിധി വന്നു. ഈ സകല SFIക്കാരെയും അവിടെയുള്ള SFIക്കാരെയും എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തരാക്കാനുള്ള വിധി വന്നു. ഹൈക്കോടതി ആണെങ്കിൽ 2006 ആ വിധി ശരിവെച്ചു. ഈ വിധി ഹൈക്കോടതി ശരിവെച്ചെങ്കിലും ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ സെഷൻസ് കോടതി ഉത്തരവിന്റെ പകർപ്പ്, അന്ന് 2006 വന്ന സെഷൻസ് കോടതി ഉത്തരവിന്റെ പകർപ്പ് ഈ അനു എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ പകർപ്പിൽ എഴുതിയിരിക്കുന്നത്, കോടതി കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിന്ന്, അതായത് മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിന്ന് കണ്ണീർ പൊഴിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് കോടതി പോലീസിനൊരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട്, പോലീസിന്റെ പണി ചെയ്യണം, നിങ്ങൾ നിയമവ്യവസ്ഥയുടെ സംരക്ഷകരാണ്, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ സംരക്ഷകരല്ല എന്നാണ് പോലീസ് പറഞ്ഞത്. ഈ വിഷയം അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ വന്നപ്പോ അന്നത്തെ കാലത്ത് EK നയനാരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്, മരിച്ചത് RSSന്റെ പ്രവർത്തകരല്ലേ, അതിന് കോൺഗ്രസ് ആയിരുന്നു കൊണ്ടുവന്നത്, അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറ് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ ആ കേസിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോ ഈ പ്രതികൾ അവർക്ക് എത്രത്തോളം ശിക്ഷ ഉറപ്പാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിൽ എനിക്ക് കൃത്യമായിട്ടും വലിയ ഡൗട്ട് ഉണ്ട്. എനിക്കൊരു സംശയമില്ല, ഇത് 4 ദിവസത്തിനപ്പുറത്തേക്ക് ചർച്ചയിൽ നിൽക്കും എന്ന് പോലും ഞാൻ കരുതുന്നില്ല. അതിനും അപ്പുറത്തേക്ക് ഈ പ്രതികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഇവർ ചെയ്ത കുറ്റത്തിന് അത് കിട്ടുമെന്നും കരുതാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം മുൻകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വേദനയോട് കൂടിയാണെങ്കിലും അത് നമ്മൾ പറയേണ്ടി വരും. എത്രമാത്രം കണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതിൽ പോലും സംശയമുണ്ട് എനിക്കതിൽ. അർജുൻ, സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സിദ്ധാർത്ഥന് നീതി കിട്ടുന്നത് വരെ നമ്മൾ കൂടെ ഉണ്ടാകും. ചർച്ചകൾ നമ്മൾ സംഘടിപ്പിക്കും. നമുക്ക് പറ്റാവുന്ന രീതിയിലെല്ലാം ജസ്റ്റിസ് ഫോർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ നമ്മൾ ഉയർത്തിയിരിക്കും. അതിനി ഉയർത്താതിരിക്കണമെങ്കിൽ കേരളീയ സമൂഹത്തിലെ നല്ലവരായ മനുഷ്യരുടെ നാവ് ചവിട്ടി പിഴയേണ്ടി വരും SFIക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.